നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തും. വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചൂടിനെ നേരിടാൻ പൊതുവിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്ന് ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി. അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പലയിടത്തും സൂര്യാഘാതം. സംസ്ഥാനത്ത് മിക്കയിടത്തും 15 മിനിറ്റിന് മുകളിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി വാങ്ങാനാകാത്തത് പ്രതിസന്ധി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്ക്. പരസ്യ പ്രസ്താവന പാടില്ലെന്ന് സണ്ണി ജോസഫ്. നേതാക്കൾ പ്രസ്താവനകൾ നിർത്തിയില്ല എങ്കിൽ കടുത്ത അച്ചടക്ക നടപടിയെന്ന് മുന്നറിയിപ്പ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ 1-ാം പ്രതി എം കെ റാമിന് മുൻകൂർ ജാമ്യമില്ല. നിതിൻ ജാതി അധിക്ഷേപം നേരിട്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച് കോടതി. 2-ാം പ്രതി സംഗീത നമ്പ്യാർക്ക് ജാമ്യം. പൂരാവേശത്തിൽ തൃശൂർ. പൂര വിളംബരവുമായി തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് നീതിലക്കാവിലമ്മ. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത്. പൂരത്തിന് മുന്നോടിയായി പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. അനുമതിയുള്ളതിൽ കൂടുതൽ അളവ് സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. ശബരിമല സന്നിധാനത്തിന് മുകളിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ താഴ്ന്നു പറന്നത് ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് ADGPയുടെ റിപ്പോർട്ട്. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പരാമർശം. പത്തനംതിട്ട SP അന്വേഷിക്കും. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തും. വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വരുന്ന ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊതുവിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്നും അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് യോഗം വിലയിരുത്തി. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ തീരുമാനമായി. മാർക്കറ്റുകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽ പന്തലുകൾ സ്ഥാപിക്കണം. ട്രാഫിക് സിഗ്നലുകളിൽ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയവ കർശനമായി നിയന്ത്രിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പും നടപ്പിലാക്കണം. വൈദ്യുതി തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ KSEB പരമാവധി ശ്രമിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹീറ്റ് റെസിലിയന്റ് ആക്കും. ഇഴജന്തുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മതിയായ ആന്റിവെനം ആശുപത്രികൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേർന്നത്. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ ഉഷ്ണതരംഗ സാഹചര്യവും ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കനത്ത ചൂട് മൂലം മൂന്നാറിലെ സ്ഥിതി അപകടകരമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. UV ഇൻഡെക്സ് റേറ്റ് 8-ലെത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പുറത്തിറങ്ങുമ്പോൾ തലയും ശരീരവും മറയ്ക്കണം. നേരിട്ട് വെയിൽ കൊള്ളരുത്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാൻ ടൂറിസം വകുപ്പിനും DTPCക്കും നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ കിട്ടിയത്. കൊച്ചി പുല്ലേപ്പടി പാലത്തിന് കീഴെ വൻ തീപിടുത്തം. ആക്രി കടയ്ക്കാണ് തീപിടിച്ചത്. ബാബു എന്ന ആളുടെ ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചിട്ടുള്ളത്. അടുത്തുള്ള ഹോസ്റ്റലിനും തീപിടിച്ചിട്ടുണ്ട്. സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. AT അശ്വതി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വതി, കേൾക്കാമെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഒരു സീരിയസ് അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തീപിടുത്തം എത്രത്തോളം ഗൗരവകരമാണ്?
രാജേഷ്, ഇപ്പോൾ ഇവിടെ ഈ ആക്രിക്കടയ്ക്ക് തീപിടിച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി. രക്ഷാപ്രവർത്തനം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാമാന്യം വലിയ തീപിടുത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തൊട്ടടുത്തുള്ള ബോയ്സ് ഹോസ്റ്റലിലേക്ക് അടക്കം ഈ തീ പടർന്നിട്ടുണ്ട്. അവിടെ നിന്നും കുട്ടികളെയൊക്കെ അവിടെ നിന്നും മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ അല്പം മുൻപ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് അതിൻ്റെ ഓണറാണ് ബാബു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ബഷീർ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ആക്രി ഗോഡൗൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ തീ പിടിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഓണർ ആയിട്ടുള്ള ബാബു, അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഈ പ്രദേശം മുഴുവൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതായത് കലൂരിനെയും ഒപ്പം തന്നെ വൈറ്റിലെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുല്ലേപ്പുഴ റോഡ്. ഇവിടെ അതിന് താഴെയാണ് ഈ ആക്രി ഗോഡൗൺ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ജനവാസ മേഖല കൂടിയാണ്. തൊട്ടടുത്ത നിരവധി വീടുകളും ഒക്കെ തന്നെയുണ്ട്. ഇത് അല്പം വിഷയം ഗുരുതരമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്തൊക്കെ തന്നെ ചൂടൊപ്പം തന്നെ പുക ഉയർന്ന ഒരു സാഹചര്യം, ഇവിടുത്തെ ഗതാഗതത്തെയൊക്കെ കുറച്ചെങ്കിലും ബാധിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിലവിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ ചൂട് കൂടുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ ഇതിനു മുൻപ് തന്നെ കൊച്ചിയിലെ ഇത്തരത്തിലുള്ള ആക്രി ഗോഡൗണുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഏപ്രിൽ, മെയ്, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇവിടെ സാമാന്യം ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. അത് സമീപ പ്രദേശങ്ങളിലേക്ക് കുറച്ചെങ്കിലും പടർന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പ്രദേശം മൊത്തം പുകയാണ്. ഇവിടെ നിൽക്കാനോ നമുക്ക് സംസാരിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫയർഫോഴ്സ് എത്തി ഇവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൂടുതൽ കത്ത് പിടിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ തീ പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. ഒപ്പം സമീപ പ്രദേശത്തെ വീടുകളിലേക്കോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോയ്സ് ഹോസ്റ്റലിലേക്കൊക്കെ തീ പിടിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള വളരെ പെട്ടെന്നുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, നടപടികൾ ആണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജേഷ്, അശ്വതി, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി കാണിക്കുന്നുണ്ട്. നേരത്തെ തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഒരുപക്ഷെ അത് വളരെയധികം ഗൗരവമായ ഒരു തീപിടുത്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഫയർഫോഴ്സ് എത്തി കൃത്യസമയത്ത് അത് അണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയുന്നുണ്ട്. ഈ പരിക്ക് ഇതിൻ്റെ ഓണർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത്തരം പരിക്കുകൾ എന്തെങ്കിലും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായും, അതായത് ഈ പുക മാത്രമേ ഉള്ളൂ, തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? രാജേഷ്, ഇത് ആർക്കും തന്നെ പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഈ ഓണർ അദ്ദേഹം ഇത് കണ്ടതിന് ശേഷം, സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ്. സംഭവം അറിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം ഈ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. മാത്രമല്ല ഇത്തരത്തിൽ ആക്രി ഗോഡൗണുകളിലൊക്കെ തീ പിടിക്കുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് അണയ്ക്കുന്നതിന് മണിക്കൂറുകൾ എടുക്കും. ഇതിനു മുമ്പും പല സംഭവങ്ങൾ കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളിലേക്ക് തീ പടരുകയും അതിങ്ങനെ എരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം എടുത്താണ് അതിൻ്റെ ഒരു തീ പൂർണ്ണമായും അണച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പുറത്തേക്കുള്ള തീയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് തീ പടർന്നത് ഓരോ വസ്തുക്കൾ പുറത്തേക്ക് എടുത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആക്രി ഗോഡൗണുകളിൽ തീ പടർന്നിട്ടുണ്ടെങ്കിൽ അത് അണയ്ക്കാനായിട്ട് മണിക്കൂറുകളോടെ എടുക്കും. മാത്രമല്ല തീ എരിഞ്ഞു നിൽക്കുന്നത് അത് പൂർണ്ണമായിട്ടും അണയ്ക്കണമെങ്കിൽ ആണ് ഏറ്റവും അധികം സമയമെടുക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഇപ്പോൾ 2 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്നുള്ള ഇടപെടൽ ഉണ്ടായി. ഈ പുക ശമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ മറ്റ് ഗുരുതരമായ നാശനഷ്ടങ്ങൾ, കട ഏകദേശം പൂർണ്ണമായിട്ടും കത്തിയമർന്നു. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കടയിൽ തന്നെ സൂക്ഷിച്ചിരുന്നത്, ഇവിടെ കൂടുതലും ഈ കാർഡ്ബോർഡ് പെട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പേപ്പർ ആണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത്
പൂർണ്ണമായും തകർന്നു. ഈ ഗോഡൌൺ ഏകദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ തീ അണയ്ക്കുകയാണ്. എന്തായാലും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിതി അത് പൂർണ്ണമായും മാറ്റുന്നതിനായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥിതി പൂർണ്ണമായിട്ടും അണയ്ക്കുന്നതിനായിട്ട് ഏറെ നേരം സമയമെടുക്കുന്നതായിരിക്കും. രാജേഷ്. ശരി, അശ്വതിയാണ് വിശദാംശങ്ങളിൽ. കൊച്ചി പുല്ലിപ്പടി പാലത്തിന് കീഴെ വൻ തീപിടുത്തം. ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കി. കടുത്ത വേനൽ ചൂടിലും മുൻകരുതൽ നിർദ്ദേശങ്ങൾ. കാറ്റിൽ പറത്തി കൊടും വെയിലത്തും പാലക്കാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. സംസ്ഥാനത്തെ റെക്കോർഡ് ചൂടായ 41 ഡിഗ്രിയിൽ പാലക്കാട് തുടരുമ്പോഴാണ് ഈ കടുത്ത നിയമലംഘനം. ഉഷ്ണതരംഗ മുന്നറിയിപ്പും ജില്ലയിൽ തുടരുകയാണ്. കടുത്ത ചൂടും ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്ന പാലക്കാട് പെരുവെമ്പ് നിന്നുള്ള കാഴ്ചയാണിത്. സമയം ഉച്ചയ്ക്ക് 12:30. ഇപ്പോഴും കെട്ടിടം പണിയിലാണ് തൊഴിലാളികൾ. രാവിലെ 11-നും 3-നും ഇടയ്ക്ക് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നിലനിൽക്കുന്ന സമയത്താണ് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ കെട്ടിടം പണി. വെയിലിൽ നിന്നും രക്ഷ നേടാൻ ഒരു മറ പോലും ഇല്ലാതെയാണ് തകൃതിയായി പണി പുരോഗമിക്കുന്നത്. കൊടും ചൂടിൽ വലയുകയാണ് സംസ്ഥാനം. സൂര്യാഘാതം ഏൽക്കുന്നവരുടെ എണ്ണവും സൂര്യാഘാതമേറ്റുള്ള മരണവും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കർശന നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ കണ്ണെത്താത്ത ഇടങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവിലയാണ്. അമൃത ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണം മാത്രമെന്നും കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് കഴിഞ്ഞു. കറണ്ട് ചാർജ് കൂട്ടാതിരിക്കാൻ ശ്രമിക്കും. വൈദ്യുതി ഉപയോഗം 6195 മെഗാവാട്ട് പിന്നിട്ടു എന്നും ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പാകുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡ്രിപ്പാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഡ്രിപ്പാകുമ്പോൾ 4 ആൾ ഓഫ് ചെയ്താൽ അപ്പം തന്നെ ഓൺ ചെയ്യും, തനിയാവും. ഓവർലോഡ് വരുമ്പോഴേ ഡ്രിപ്പാകുകയാണേ. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്. ഇപ്പം എന്താ പറയുക, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇഞ്ചക്ഷൻ കുക്കറിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഇതിനൊരു ഘടകമാണ്. ഇത് സ്വയം ആരും നിയന്ത്രിക്കുന്നില്ലല്ലോ. KSEയുടെ ഭാഗത്ത് നിയന്ത്രണമല്ല, നമുക്ക് ഇതിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴുള്ള നിയന്ത്രണം വരികയാണല്ലോ. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കും. എന്നാൽ പ്രശ്നങ്ങളൊക്കെ കഴിയും 2 ദിവസം കൊണ്ട്. 2 ദിവസം ചെറിയൊരു ട്രിപ്പ് ആകലുണ്ടാവും. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ എല്ലാം പരിശോധിച്ചിട്ടല്ലേ ചെയ്യുക. ഇല്ല, അത് ചിലവെല്ലാം നോക്കിയിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് പോകുന്നത്. കൊടും ചൂടിനിടയിൽ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിണറായി വിജയനും മന്ത്രിമാരും മുതൽ സൈബർ പോരാളികൾ വരെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ട് ഇല്ലാത്ത 10 വർഷമെന്ന പേരും നുണ ഇതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. വൈദ്യുതി ബില്ലിനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചവരാണ് ഇപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നതെന്നും വിമർശനമുയർന്നു. തൃശൂർ പൂരം കോ-പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനും ഏതിനും ധർമ്മപ്രിയ. വിശ്വാസം ധർമ്മപ്രിയ. തൃശൂർ പൂരത്തിൻ്റെ വരവറിയിച്ച് ശക്തൻ്റെ തട്ടകത്തിൽ പൂര വിളംബരം. കൊമ്പൻ എറണാകുളം ശിവകുമാർ നീതിലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം നടത്തി. പൂര വിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിൽ അണിനിരന്നു. കടുത്ത ചൂടിനെ അവഗണിച്ച മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ നട തുറന്നത്. കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പു വിളിച്ചു. രാവിലെ 9 മണിയോടെ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ട എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രം മൈതാനിയിലെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ച ശേഷം 12:30-ക്കാണ് തെക്കേ നടയിലെത്തിയത്. മേളത്തിന്റെ അകമ്പടിയിൽ നട തുറക്കാനെത്തിയ കൊമ്പൻ ശിവകുമാറിനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നു. നാളെയാണ് തൃശൂർ പൂരം.
മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുകൊണ്ടാകും പൂരം നടത്തുക. രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും തുടർന്ന് നടക്കും. ഇത്തവണ കുടമാറ്റത്തിന്റെ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും സമയദൈർഘ്യം 1 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളില്ല. സാമ്പിളുകളുടെ രാസപരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. എന്നാൽ അനുമതിയുള്ളതിലും കൂടുതൽ അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. പടക്ക സാമഗ്രികൾ ഇവിടെ നിന്ന് ഉടൻ മാറ്റി നിർവീര്യമാക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട് 16ാം ദിനം സുപ്രധാന വിധി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകർ ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചു. വിദ്യാർത്ഥി ജാതി അധിക്ഷേപം നേരിട്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി 2ാം പ്രതി ഡോക്ടർ സംഗീതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരുടെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറഞ്ഞത്. പ്രോസിക്യൂഷൻ വാദങ്ങളെ അംഗീകരിച്ച കോടതി ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചു. നമ്മുടെ എതിർവാദം അംഗീകരിച്ചുകൊണ്ട് 1ാം പ്രതിയായ റാമിന് ജാമ്യം അനുവദിക്കേണ്ടായെന്നും 2ാം പ്രതിയായ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രോസിക്യൂഷനും ആലോചിച്ച് ഇനി അത് അപ്പീലെടുക്കേണ്ടതാണെങ്കിൽ അപ്പീലെടുക്കും. നിതിൻ രാജിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളൊക്കെ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അവരുമായിട്ട് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അവരുടെ കുടുംബങ്ങളുമായിട്ട് ആലോചിച്ച് അടുത്ത നടപടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യും. 2ാം പ്രതി ഡോക്ടർ സംഗീത സംഭവ ദിവസം സ്ഥലത്തില്ലായിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിലോ മറ്റു ഗൂഢാലോചനയിലോ പങ്കെടുത്തതായി തെളിവുകളില്ല. മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ നേരിട്ടിടപെട്ടതിന് തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സംഗീതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചു. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ഒരു തരത്തിലും ബന്ധമില്ലെന്നാണ് പ്രതികൾ കോടതിയിൽ വാദിച്ചത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണമെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളി. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് ആദിവാസി സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ മാസം 28-ന് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുമെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ദന്തൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുക, നഷ്ടപരിഹാര തുകയായി അടിയന്തരമായി 10 കോടി രൂപ കുടുംബത്തിന് നൽകുക, ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തുക, ദന്തൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കുക തുടങ്ങിയവയാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. കേസ് അട്ടിമറിക്കുവാൻ ശ്രമം നടത്തിയ കണ്ണൂർ SP-യെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണമെന്നും കലാലയങ്ങളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കുവാൻ രോഹിത് വെൺമുല ആക്ട് നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടയിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കഴുത്തിന് പരിക്കേറ്റത് ഒന്നിലും തള്ളിലുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. 2 ദിവസം മുമ്പാണ് മന്ത്രി വിശദമായ മൊഴി നൽകിയത്. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു ഗൺമാന്റെ പരാതി. സംഭവത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. മന്ത്രിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിലും വധശ്രമമല്ല എന്നാണ് കണ്ടെത്തൽ. വധശ്രമത്തിന് തെളിവില്ലാത്ത പശ്ചാത്തലത്തിൽ ആ വകുപ്പ് ഒഴിവാക്കിയാകും റെയിൽവേ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. കണ്ണൂർ കേളകത്ത് ലഹരിക്ക് അടിമയായ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പേരാവൂർ കുളക്കാട് ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. കൃത്യത്തിന് ശേഷം മകൻ ക്രിസ്റ്റി പോലീസിന് മുമ്പിൽ കീഴടങ്ങി. കണ്ണൂർ കേളകത്ത് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. വാക്കുതർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ വെച്ചാണ് മകൻ ക്രിസ്റ്റി ഗീതമ്മയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയത്. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ്. ഇയാൾ ലഹരിമരുന്നിന് അടിമയായിരുന്നുവെന്നാണ് വിവരം. കൊലപാതകത്തിനു ശേഷം സമീപവാസിയായ യുവാവിനെ വിളിച്ചു വരുത്തി സ്കൂട്ടറിൽ കേളകം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കേളകം പോലീസ് എത്തിയാണ് ഗീതമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മഹിളാ മോർച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കൊല്ലപ്പെട്ട ഗീതമ്മ. അമ്മയെക്കുറിച്ച് നാട്ടിൽ അപവാദം പറഞ്ഞു കേട്ടതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. പേരാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, കണ്ണൂർ.
മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ താക്കീതുമായി KPCC പരസ്യ പ്രസ്താവന വിലക്കി. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രവർത്തകർ അസംതൃപ്തരാണ്. ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് UDF-ൽ തർക്കമില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമേ അത്തരം ചർച്ച ഉണ്ടാകൂ എന്നും അപ്പോൾ ഭൂരിപക്ഷം നോക്കി ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ അഭിപ്രായം പറയാമെന്നതാണ് UDF-ന്റെ നയമെന്നും കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടാവും. റിസൾട്ട് വന്നിട്ട് UDF-ന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ UDF-ന്റെ മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDF-ന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. രാഘവ് ഛദ്ദ ഉൾപ്പെടെയുള്ള MP-മാരെ അടർത്തിയെടുത്ത BJP-യുടെ സർജിക്കൽ സ്ട്രൈക്ക് ആം ആദ്മിയെ ശരിക്കും ഞെട്ടിച്ചു. BJP-യുടെ ലക്ഷ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പാണെന്ന് വ്യക്തമായി അറിയാവുന്ന കെജ്രിവാൾ MLA-മാരെയും മുതിർന്ന നേതാക്കളെയും കൂടെ നിർത്തുവാനുള്ള ഓട്ടത്തിലുമാണ്. പാർട്ടി പുലർത്തി MP-മാരുമായി രാഘവ് ഛദ്ദ BJP-യിൽ ചേർന്നത് അക്ഷരാർത്ഥത്തിൽ ആം ആദ്മിയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. രാഘവ് ഛദ്ദ ഉൾപ്പെടെ 7 MP-മാരാണ് BJP-യിലെത്തിയത്. ഇതിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതുവരെ വേരുറപ്പിക്കാൻ സാധിക്കാത്ത പഞ്ചാബ് പിടിച്ചെടുക്കുക എന്ന BJP-യുടെ നീക്കം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ മുഴുകി ചർച്ച ചെയ്യുമ്പോഴാണ് പഞ്ചാബ് പിടിച്ചെടുക്കാനുള്ള BJP-യുടെ സർജിക്കൽ സ്ട്രൈക്ക്. ഫെബ്രുവരിയിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പഞ്ചാബിന്റെ മണ്ണിൽ മുന്നേറ്റമുണ്ടാക്കാനും ഭരണം പിടിക്കാനും നിരവധി വെല്ലുവിളികൾ BJP-ക്ക് മുൻപിലുണ്ട്. മുൻപ് അകാലിദളിനൊപ്പം നിന്നപ്പോഴും വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമായിരുന്നു BJP-ക്ക് നേടാനായത്. പിന്നീട് കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ വളരാൻ BJP-ക്ക് സാധിച്ചില്ല. പകരം പല കോൺഗ്രസ് നേതാക്കളും ആം ആദ്മിയിലെത്തി. ആം ആദ്മി പഞ്ചാബിന്റെ ഭരണം പിടിച്ചു. എങ്കിലും ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിനെ പോലുള്ള നേതാക്കളെ എത്തിച്ചുകൊണ്ട് അടിത്തറ ശക്തമാക്കാൻ BJP ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം സമയമുള്ളപ്പോൾ രാഘവ് ഛദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയോടെ പഞ്ചാബ് പിടിക്കാൻ BJP കളത്തിലിറങ്ങുകയാണ്. वो आम आदमी पार्टी आज पूरी तरीके से अपने सिद्धांतों से, अपने मूल्यों से, अपने कोर मॉरल और वैल्यूज से भटक चुकी है. और अब ये पार्टी देश के लिए नहीं, देश के हित के लिए नहीं, बल्कि अपने पर्सनल फायदे के लिए काम कर रही है. दैट आई एम द राइट मैन इन द रॉन्ग पार्टी. मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. MP-മാർക്ക് പിറകെ പഞ്ചാബിൽ നിന്ന് കൂടുതൽ നേതാക്കളും MLA-മാരും പാർട്ടി വിടാതിരിക്കാനുള്ള കരുതൽ നീക്കങ്ങൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നടത്തുന്നുണ്ട്. 117 നിയമസഭാ മണ്ഡലങ്ങളുള്ള പഞ്ചാബിൽ 90-ലധികം സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം നേടിയ ആം ആദ്മി ഡൽഹിക്ക് സമാനമായി തകർന്നടിയുമോ അതോ BJP കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുമോ എന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 16.91 ഗ്രാം ബ്രൗൺ ഷുഗറുമായി യുവാക്കൾ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ ഷൗക്കത്ത് അലി, സാലിഹ് കെ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ധരിച്ചിരുന്ന പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഏറെ നാളായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന പ്രതികൾ മുംബൈയിൽ നിന്നും ബ്രൗൺ ഷുഗർ വാങ്ങി വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിനിടയിലാണ് പിടിയിലാകുന്നത്. കോഴിക്കോട് നടക്കുന്ന അതിരാത്രത്തിന് നാളെ സമാപനമാകും. ആചാര്യ ശ്രീ M.R. രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷനാണ് ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് അതിരാത്രം സംഘടിപ്പിച്ചത്.
രൗദ്രയാഗങ്ങളിൽ പ്രധാനപ്പെട്ടതും ദൈർഘ്യമേറിയതുമാണ് അതിരാത്രം. അഗ്നിഷ്ടോമത്തിന് ശേഷം ചെയ്യുന്നതാണ് അതിരാത്രം. പകൽ തുടങ്ങുന്ന സോമയജ്ഞക്രിയകൾ രാത്രിയിലും തുടർന്ന് പിറ്റേന്ന് വരെയും നീണ്ടു നിൽക്കുന്നതിനാൽ രാത്രിയെ അതിക്രമിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിരാത്രം എന്ന പേര് വന്നത്. 2014 ശേഷം അഗ്നിഷ്ടോമ സോമയാഗത്തിന് ശേഷം ഇപ്പം വീണ്ടും ചെയ്യാൻ നമ്മൾ തയ്യാറായി. കാരണം ഇത് സംരക്ഷിക്കപ്പെടണം, ഡോക്യുമെൻ്റ് ചെയ്യണം. ഇതിൽ നിന്ന് ധാരാളം ഗണിതശാസ്ത്രവും അതുപോലെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാചീന കാലത്ത്. അത് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈ യാഗം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ അതിരാത്രത്തിൽ പങ്കെടുത്തു. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് വേദങ്ങളാണ്. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള പല അപഭ്രംശങ്ങൾ, ആ അപഭ്രംശങ്ങളുടെ ഫലമായിട്ട് നിരവധി ജീർണതകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. ആ ജീർണതകളെ പരിഹരിക്കാനും നമ്മുടെ അടിസ്ഥാന തലത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു വൈദിക പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. സമൂഹ അഗ്നിഹോത്രം, വിദ്വൽ സദസ്സുകൾ, കലാപരിപാടികൾ, ശാസ്ത്ര പ്രദർശനങ്ങൾ, വീഡിയോ പ്രദർശനങ്ങൾ, സന്യാസ സഭ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. ഈ ഒരു യാഗം ലോകത്തിൻ്റെ സമാധാനത്തിനും ലോകത്തിന് മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത് എന്ന അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരിൽ ലോകസമാധാനം ഉണ്ടാകണം, ലോകത്തിൽ മുഴുവനും ഐശ്വര്യം ഉണ്ടാകണം എന്നൊരു ചിന്ത ഉളവാകുമ്പോൾ ആ ഒരു ചിന്ത തന്നെ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയൊരു ഇതാണ്. ലോകത്തിന് നന്മയുണ്ടാവണമേ എന്ന പ്രാർത്ഥനയോടെയാണ് അതിരാത്രത്തിന് സമാപനമാകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആത്മീയ ആചാര്യനും ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ അദ്ദേഹത്തെ 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നിത്യ ചൈതന്യ യതിയുടെ പ്രധാന ശിഷ്യനായിരുന്നു മുനി നാരായണ പ്രസാദ്. ജീവിതം കൊണ്ടും അക്ഷരം കൊണ്ടും പകർത്തിയ ആത്മീയ ചൈതന്യം ബാക്കിയാക്കിയാണ് മുനി നാരായണ പ്രസാദ് വിടവാങ്ങുന്നത്. എഴുത്തുകാരൻ, തത്വചിന്തകൻ, സന്യാസി എന്നിങ്ങനെ മുനി നാരായണ പ്രസാദിന് വിശേഷണങ്ങൾ നിരവധിയാണ്. വർക്കലയിലെ നാരായണ ഗുരുകുല ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1938 ഡിസംബർ 9 തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്ത് നഗരൂർ സ്കൂൾ അധ്യാപകൻ ജി മാധവന്റെയും നാരായണിയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. 958 വർക്കല നാരായണ ഗുരുകുലത്തിൽ അന്തേവാസിയായി ചേരുകയും 967 നടരാജ ഗുരുവിൽ നിന്നും ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. 1968 ഉദ്യോഗം രാജിവെച്ച് ധർമ്മപ്രചാരകനായി. 1985 നിത്യചൈതന്യയതിയിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചു. 99 നിത്യചൈതന്യയതി സമാധിയായതോടെ നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനും ഗുരുവുമായി. രാജ്യത്ത് അറിയപ്പെടുന്ന ആത്മീയ ആചാര്യനായ അദ്ദേഹം ഇന്ത്യൻ തത്വചിന്തയെയും വേദാന്തത്തെയും കുറിച്ച് നിരവധി കൃതികളാണ് എഴുതിയത്. പരമ്പരാഗത ഗ്രന്ഥങ്ങൾ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിലും അദ്ദേഹം സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഇന്ത്യൻ തത്വചിന്താ രംഗത്ത് നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം 2024 പത്മശ്രീ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ മത്സ്യലഭ്യത കുറഞ്ഞു, വില കൂടുകയും ചെയ്തു. കോഴിക്കോടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോൾ മീൻ കിട്ടാക്കനിയാണ്. ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ കൂട്ടമായി ആഴക്കടലിലേക്ക് ഉൾവലിയുന്നതാണ് പ്രധാന പ്രശ്നം. ചൂട് കൂടിയതോടെ മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ്. ക്ഷാമവും തുടങ്ങി. 20-30 മത്സ്യത്തൊഴിലാളികളുമായി പോകുന്ന ബോട്ടുകൾക്ക് പോലും ചിലവിനുള്ള മത്സ്യം പോലും ലഭിക്കുന്നില്ല. ഇതോടെ പലരും മീൻപിടുത്തം നിർത്തി. കടൽ ചൂടായതാണ് മത്സ്യങ്ങൾ തീരം വിടാനുള്ള പ്രധാന കാരണം. ചൂട് കാരണം തീരെ പണിയില്ലെന്ന് തന്നെ പറയാം. വളരെ മോശപ്പെട്ട രീതിയിലാണ് മത്സ്യബന്ധനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പോണ ചെലവ് വരെ വെള്ളക്കാർക്ക് കിട്ടുന്നില്ല. വളരെ പ്രയാസത്തിലേക്കുള്ള പോക്കാണ് മത്സ്യത്തൊഴിലാളികളെ പോക്ക്. പിന്നെ മനുഷ്യനെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ മീൻ നിൽക്കും? മത്സ്യം ലഭിക്കാതായതോടെ വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. മത്തിക്ക് കിലോയ്ക്ക് 200 മുതൽ 250 രൂപ വരെയാണ് വില. അയല 300, അയക്കൂറ 1500, നെയ്മീൻ 600, ചെമ്മീൻ 300, കടുക്ക 300 എന്നിങ്ങനെയാണ് വിപണി വില. മീൻ ഇവിടെ മലയാളിമാർ ലൈലം വിളിച്ച് കൊണ്ടുവരണതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഓല് പറഞ്ഞ വിലക്ക് നമ്മൾ വാങ്ങും. അതിൽ കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വെക്കും. തോനെ വന്നാൽ വില കുറയും. കുറച്ചാണെങ്കിൽ അത് കുറച്ചിനെ പിടിക്കാനായിട്ട് പോവുക. പെട്രോളും കത്തിച്ചിട്ട് ഡീസലൊക്കെ ആയിട്ട് പുറങ്ങളോളം പുറത്ത് പോയിട്ട് വരിക.
അപ്പോൾ കുറച്ച് മീനാകുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങി വിൽക്കും. ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി, ചോമ്പാല ഹാർബറുകളിൽ നിന്നുമാണ് ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്കടക്കം മീൻ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഹാർബറുകളിൽ നിന്നും മീൻ പിടിക്കാനായി പോകുന്ന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞതോടെ ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട മീൻ കടകൾ പലതും ഇപ്പോൾ തുറക്കാറുമില്ല. ഗ്യാസ് പ്രതിസന്ധിക്കൊപ്പം മീൻ വില കൂടിയത് ഹോട്ടൽ മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ചൂട് കൂടിയതോടെ ജ്യൂസ് കടകളിൽ കച്ചവടം തകൃതിയാണ്. ചൂടിൽ ഉള്ളൊന്ന് തണുപ്പിക്കാൻ എത്തുന്നവർക്കായി വിവിധ തരത്തിലുള്ള ജ്യൂസുകളുമായി കച്ചവടക്കാർ റെഡിയാണ്. വലിയ തിരക്കാണ് തലസ്ഥാനത്തെ കടകളിലും അനുഭവപ്പെടുന്നത്. പൊള്ളുന്ന വേനൽ ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. ഈ ചൂടിൽ നിന്നും രക്ഷ നേടാൻ തലസ്ഥാനവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ജ്യൂസ് സ്റ്റോളുകളെയാണ്. ആ കാഴ്ചകളിലേക്ക്. ഫ്രൂട്ട് സലാഡ്, ജംബോ ജ്യൂസ്, വിവിധ തരം ഷാർജകൾ, ഷേക്കുകൾ, അങ്ങനെ ഉള്ളു തണുപ്പിക്കാനുള്ളതെല്ലാം ജ്യൂസ് സ്റ്റോളുകളിലുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ജ്യൂസ് കടകളിലെ തിരക്കും കൂടി. ഇപ്പോൾ വേനലായിട്ട് നല്ല കച്ചവടമുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്കെല്ലാം നല്ല കച്ചവടമുണ്ട്. ആൾക്കാരെ പുറത്ത് ഇറങ്ങല്ലോ എന്ന് പറഞ്ഞിട്ട് പോലും നല്ല കച്ചവടമുണ്ട്. ഇപ്പോൾ ചൂടത്ത് ഹെൽത്തി ഓപ്ഷനുകൾ തേടി എത്തുന്നവരും ഒരുപാടുണ്ട്. ഇപ്പോൾ എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കി തുടങ്ങി. ഇപ്പോൾ ഫ്രഷ് ജ്യൂസിലോട്ട് എല്ലാവരും മാറിയിട്ടുണ്ട്. ABC ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതെല്ലാം നല്ല ഡിമാൻഡായിട്ട് പോകുന്നുണ്ട്. ഹെൽത്തിയാണ് ഇപ്പോൾ എല്ലാവരും. എത്ര വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹം. അവിടെ ആശ്വാസമാകുന്നത് ഇത്തരം കടകൾ തന്നെയാണ്. ABC ജ്യൂസും ആംല ജ്യൂസും ഒക്കെ ഹെൽത്തിയുമാണ്, ഒപ്പം വെറൈറ്റിയുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് കമ്മാടംപള്ളിയിൽ ഉറൂസ് ആരംഭിക്കണമെങ്കിൽ ക്ഷേത്ര പ്രതിനിധിയെത്തി മഖാം വാതിൽ തുറക്കണം. തുടർന്ന് ദീപം തെളിയിക്കണം. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചടങ്ങുകൾ മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ച കൂടിയാണ്. കമ്മാടംപള്ളിയിൽ മഖാമുറൂസ് തുടങ്ങുന്നത് പെരട്ടൂർകൂലം ക്ഷേത്ര പ്രതിനിധികളെത്തി മഖാമിന്റെ വാതിൽ തുറന്ന ശേഷം ദീപം തെളിയിക്കുന്നതോടെ 300 വർഷങ്ങൾക്കപ്പുറമുള്ള ഹിന്ദു മുസ്ലിം സാഹോദര്യ ബന്ധത്തെ ചടങ്ങുകളിലൂടെ മുറുകെ പിടിക്കുന്നതിന്റെ അപൂർവ കാഴ്ചയാണ് പള്ളി അങ്കണത്തിൽ കണ്ടത്. പെരട്ടൂർ കൂലോത്തിന്റെ പ്രതിനിധി ഉറൂസിനായി ദക്ഷിണയും നൽകുന്നു. തുടർന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര പ്രതിനിധിക്ക് പഴക്കുലയും പൊരിയും നൽകുന്നു. ഇതെല്ലാം പുതുതലമുറയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെ വിലപ്പെട്ട കാഴ്ചകളാണ്. ഭഗവതിയുടെ ആഗമന സമയത്ത് ഷെയ്ഖന്മാരും കൂടെയുണ്ടായിരുന്നുവെന്ന് ഐതിഹ്യം. ബാങ്കും വെളിച്ചവും മുടക്കരുതെന്ന് പെരട്ടൂർ കൂലോത്തെ ഭഗവതിയുടെ മൊഴിയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴും വന്നാൽ ഇവിടുന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ കമ്മാട് തീയക്കന്മാരെ ബാങ്കും വെളിച്ചവും മുടക്കാൻ പാടില്ല നഗരെ എന്ന രീതിയിലാണ് ഇവിടുന്ന് മൊഴി പറയുന്നത്, വെളിച്ചപ്പാട്. അപ്പോൾ അത് കേട്ട് ഇവിടുന്ന് കോയിനും മേടിച്ച് കുറിയും മേടിച്ച് അങ്ങോട്ട് പോകുന്ന സ്ഥിതിയാണില്ലേ. കമ്മാട മഖാമിലെ ഉറൂസ് ആരംഭം ക്ഷേത്രം പ്രതിനിധികളുടെ സാന്നിധ്യത്താൽ സവിശേഷമാർന്നതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഉറൂസിൻ്റെ മഖാമിൻ്റെ ഡോറ് തുറക്കുന്നതോടുകൂടിയാണ് ഉറൂസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതുപോലെ തന്നെ പൂരം നാളിൽ പൂരം കുളി അന്ന് ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളും അവരും അവിടെ പോകലും പിന്നെ അങ്ങനെ അവരവിടെ നിന്ന് നമുക്ക് കോഴിയും അതുപോലെ തന്നെ അരിയൊക്കെ പിന്നെ തരും. മഖാമിലെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം മതഭേദമന്യേ വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഷെയ്ഖുമാരുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിൽ ക്ഷേത്രത്തിനകത്ത് തറകെട്ടി നിത്യദീപം തെളിയിച്ചുള്ള ആരാധനയുമുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്. കുരുന്നുകളുടെ കഥകളും കവിതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുസ്തകം പുറത്തിറക്കി നടക്കാവ് അർബൻ റിസോഴ്സ് സെന്റർ. രചനകൾക്ക് നിറം പകർന്ന ഭിന്നശേഷിക്കാരായ കൊച്ചു കലാകാരന്മാരാണ് എന്ന പ്രത്യേകതയും പുസ്തകത്തിനുണ്ട്. വിദ്യാർത്ഥികൾ രചിച്ച 100-ലധികം കഥാകവിതാ സമാഹാരങ്ങൾ. അതിന് നിറം പകർന്നത് ഭിന്നശേഷിക്കാരായ കുരുന്നുകളും. ഇതാണ് കൂട്ടുകാർ എന്ന പുസ്തകം. സ്കൂളുകളിൽ നടത്തിയ സാഹിത്യ ക്യാമ്പിൽ വിദ്യാർത്ഥികൾ രചിച്ച കഥാകവിതാ സമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത രചനകളിൽ നിന്നാണ് കൂട്ടുകാർ പിറന്നത്. നടക്കാവ് അർബൻ റിസോഴ്സ് സെന്ററാണ് പുസ്തകം പുറത്തിറക്കിയത്.
ഭിന്നശേഷിക്കാരായ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ഒരു രചനകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ മുഖേന വിദ്യാലയങ്ങൾ വർക്ക് ചെയ്യുന്ന പൊതുവിദ്യാലയങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഖേന കളക്ട് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇതൊരു ഇങ്ങനെയൊരു ഇൻപുട്ടാക്കി മാറ്റിയിട്ടുള്ളത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ വായിച്ചു കൊടുക്കുന്ന കഥകളും കവിതകളും കേട്ട് മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ കടലാസുകളിലേക്ക് പകർത്തും. ഒരു പോയം തന്നിരുന്നു, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം വേണമെന്ന് സാറ് പറഞ്ഞിരുന്നു. ഒരു പൂക്കൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള വരച്ചത്. തന്റെ രചനകൾ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് കുരുന്നുകൾ. തത്തമ്മേനെ കുറിച്ചാണ് ഈ കവിത ഉണ്ടാക്കിയത്. ഈ കവിത ബുക്കിൽ അച്ചടിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇനിയും കവിത എഴുതും. ഞാൻ ഇപ്പോൾ എഴുതിയ കവിത ഒരു ബുക്കിൽ വന്നിട്ടുണ്ടാകുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. കവിത പൂന്തോട്ടത്തിൽ കുറച്ചാണ്. പുസ്തകത്തിന്റെ കവർ ചിത്രം വരച്ചതും വിദ്യാർത്ഥികൾ തന്നെ. 69 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എഴുതിയ കഥാ കവിതാ സമാഹാരങ്ങളും ചിത്രങ്ങളും മറ്റു കുരുന്നുകൾക്കും പ്രചോദനമാണ്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ച സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ADGPയുടെ റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ADGP എസ് ശ്രീജിത്തിന്റെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. വിശദമായ അന്വേഷണത്തിന് ADGP പത്തനംതിട്ട SP ചുമതലപ്പെടുത്തി. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്തെങ്കിലും ദുരുദ്ദേശത്തിനല്ല താഴ്ന്നു പറന്നതെന്നും കൗതുകത്തിന്റെ പേരിലാകാം ഹെലികോപ്റ്റർ താഴ്ത്തു പറത്തിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൊടിമരത്തിന് തൊട്ടു മുകളിൽ വരെ ഹെലികോപ്റ്റർ പറന്നു. കോസ്റ്റ് ഗാർഡ് ആണെന്ന് കരുതി സംഭവത്തെ ലഘൂകരിക്കാനാകില്ല. അപകടകരമായ രീതിയിലാണ് ഹെലികോപ്റ്റർ പറത്തിയതെന്നും ADGP റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആ ദിവസത്തെ റിപ്പോർട്ട് പരിഗണിക്കണം. ഹെലികോപ്റ്റർ പറത്തിയ പൈലറ്റുമാരുടെ മൊഴിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പത്തനംതിട്ട SPയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശ്രീകോവിലിന് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് കണ്ടാണ് ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം മേഖലകളിൽ ഡ്രോൺ പോലും അനുവദനീയമല്ല. VVIPകളുമായി നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് പോലും മുൻകൂർ അനുമതി വേണം. ഈ സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ആണെങ്കിൽ പോലും ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിൽ എത്തിയത് അതീവ ഗൗരവമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ADGP ശ്രീജിത്ത് നൽകിയ അന്വേഷണ റിപ്പോർട്ടും കോടതി കൈമാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGP R ശ്രീലേഖയെ പ്രതി ചേർത്ത പോലീസ് ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രതി ചേർത്തു. ആദ്യത്തെ FIRൽ ശ്രീലേഖയെ ഒഴിവാക്കിയത് വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് കോടതിയിൽ അഡീഷണൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നെട്ടയം സംഘർഷവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്ത വട്ടിയൂർക്കാവ് SHOയ്ക്കെതിരെയായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് മുൻ DGP കൂടിയായ BJP സംസ്ഥാന ഉപാധ്യക്ഷ R ശ്രീലേഖയാണ്. മാർച്ച് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. 4 പേരെ പ്രതിയാക്കുകയും കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ വനിതാ പോലീസ് നോക്കി നിൽക്കെ പുരുഷ പോലീസ് സമരക്കാരായ സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്ന് BJP ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതേസമയം ഈ പ്രതിഷേധത്തിനിടെ പോടാ പുല്ലേ പോലീസേ എന്ന ശ്രീലേഖ ഉൾപ്പെടെ പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുൻ DGP ആയിരുന്ന വ്യക്തി തന്നെ പോലീസിനെതിരെ അധിക്ഷേപ മുദ്രാവാക്യം വിളിച്ചുവെന്ന വിമർശനമാണ് ഉയർന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം ഏറ്റെടുത്തു. എന്നാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്ത R ശ്രീലേഖയെ പ്രതിപട്ടികയിൽ നിന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിയിരുന്നു. മുൻ DGP എന്ന ആനുകൂല്യവും സമ്മർദ്ദവും ചെലുത്തിയാണ് FIRൽ നിന്ന് R ശ്രീലേഖ ഒഴിവാക്കപ്പെട്ടത് എന്ന ആരോപണം CPM നേതാക്കൾ ഉന്നയിച്ചു. പോലീസ് അസോസിയേഷനിലും IPS അസോസിയേഷനിലും R ശ്രീലേഖയ്ക്കെതിരെ വിമർശനമുണ്ടായി. വിവാദം ചൂടുപിടിച്ചതോടെ താൻ പോലീസ് സേനയെ അപമാനിച്ചിട്ടില്ല എന്നും വട്ടിയൂർക്കാവ് പോലീസിനെതിരെ മാത്രമാണ് പ്രതിഷേധമെന്നും വിശദീകരിച്ചുകൊണ്ട് 2 തവണയാണ് R ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്നാൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് FIRൽ ശ്രീലേഖയെ ഉൾപ്പെടുത്താത്തതിൽ പരാതിയും നൽകി. തുടർന്നാണ് പോലീസ് ഇപ്പോൾ അഡീഷണൽ റിപ്പോർട്ട് നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രീലേഖ 5ാം പ്രതിയും ആശാനാഥ് 6ാം പ്രതിയുമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
നെട്ടയം മലമുകളിലെ BJP CPM സംഘർഷത്തിൽ പോലീസ് മർദ്ദനമേറ്റ ബിനുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM-ന് ഒരു വിഷമമുണ്ട്. BJP പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. ഇത് പോലീസ് നിർത്തണം. പാർട്ടി നിയമപരമായ നടപടി സ്വീകരിക്കും. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷ R. ശ്രീലേഖയ്ക്കെതിരെയും സംസ്ഥാന സെക്രട്ടറി അഞ്ജന, ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെയും നടത്തുന്ന ഭീഷണിപ്പെടുത്തൽ മെയ് 4-ന് അസ്തമിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ഭരണത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളുടെ പ്രവർത്തകർ അവരെ ആക്രമിക്കുക, അതിൻ്റെ ഒപ്പം പോലീസ് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്യാനൊരു ശ്രമം. ഭരണത്തിൽ